ചാർലി, ചാർലി, വണ്ടി കൊണ്ടുപോയി വീട്ടിട്ടേക്കു. വണ്ടിയോ? ഇതാ കണക്ക് ചെമ്പരാമാ, അവന്റെ വണ്ടി. വണ്ടിയോ? വണ്ടി അങ്ങനെ യൂസ് ചെയ്യാൻ സമയം കിട്ടാറില്ല. വൺസ് ഇൻ എ വൈൽ ഞാനിവിടെ വരുമ്പോ മാത്രം. ഒന്നാമത് ഇവിടുത്തെ ട്രാഫിക്, റോഡ്സ് വെരി ബാഡ്. 2 ദിവസം കൊണ്ട് മടുത്തു. മിസ്റ്റർ ഗോപകുമാർ? നോ പ്ലീസ് ഗോപു. ഹൗ അബൌട്ട് വൺ മോർ ഐസ്ക്രീം? നോ താങ്ക്സ്. കുടിക്കാൻ എന്തെങ്കിലും? നത്തിങ്. അബ്സല്യൂട്ട്ലി കംഫർട്ടബിൾ. ഷുവർ? വെയിറ്റർ? വെൽ, ഓ എക്സ്ക്യൂസ് മീ, ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് വരാം. എത്രയായി? 2 ഐസ്ക്രീമിന് എന്തുവില? 12 രൂപ. 20 രൂപയുണ്ട്. ബാക്കി നീ എടുത്തോ. ബില്ല് കൊണ്ടുവരുമ്പോ കൂടുതൽ പേനയും കൊണ്ടുവരണം. ഞാൻ ഒപ്പിട്ട് തരും. നീ സലാം വെച്ച് വാങ്ങിച്ചോണ്ട് പോയിക്കോളാം. ഓ, ഐ എം സോറി മീര. ഒന്ന് റിലാക്സ് ചെയ്യാന്ന് വിചാരിച്ചാൽ ഒരിക്കലും സ്വൈര്യമായിട്ട് സാധിക്കാറില്ല. ഒന്നുകിൽ ഓഫീസിൽ എന്തെങ്കിലും പ്രോബ്ലംസ്. വലിയ ഉത്തരവാദിത്തമാണ്. ഐ എം ഫെഡ് അപ്പ്, റിയലി ഫെഡ് അപ്പ് അറ്റ് ദിസ് ഏജ്. ഞാൻ ക്യാഷ് കൊണ്ടു നടക്കാറേ ഇല്ല. ബില്ല് ഓഫീസിലയക്കും, എല്ലാം കമ്പനി അക്കൗണ്ടിൽ പൊയ്ക്കൊള്ളും. അത്രയും ടാക്സ് കുറയുമല്ലോ. നമുക്കിറങ്ങാം. ഓ ഷുവർ. 20 രൂപയോ? രാവിലെ പുട്ടും കടലയും മേടിക്കാൻ 2 രൂപ ചോദിച്ചപ്പോ കണക്ക് പറഞ്ഞ ചെമ്പരാമൻ പിള്ളേ, ഒരു പെണ്ണിനോട് 10 മിനിറ്റ് സംസാരിക്കാൻ 20 രൂപ. അതും ഒരു കാശുകാരി പെണ്ണിനോട്. ഈ പരിപാടി ശരിയാവില്ല. അതിനൊക്കെ വേറെ കാര്യം ഉണ്ട് ചാർലി. എന്ത് കാര്യമായാലും മോട്ടിക്കാൻ ഞാൻ, പ്രേമിക്കാൻ നീ. ആ കളി വേണ്ട. ആശയില്ലെന്ന് കണ്ടാ എവിടെ ഇട്ടച്ചങ്ങ് പോവും, അത്രേ ഉള്ളൂ. അതെ നിന്റെ ഗതി. എനിക്കങ്ങനെയുള്ള ഗതികൾ ഉണ്ടാവില്ല. ഉണ്ടാകാതിരിക്കട്ടെ. ഹലോ ഹലോ, ആരായത്? ഈയിടെ അങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. സ്റ്റോക്കില്ല. ഇന്നോ നാളെ എങ്ങനെ വരുമോ? ഒന്നും പറയാനൊക്കത്തില്ല. എല്ലാം കർത്താവിന്റെ ഇരിക്കുക. ഈശോമിശിയായി സ്വീകരിക്കട്ടെ. എപ്പോഴും എപ്പോഴും ശ്രുതിയായിരിക്കും. 2 ബോഷോൺ. ന്യൂട്രലായിട്ട് സ്റ്റാർട്ട് ചെയ്യടാ. നീ ഫസ്റ്റ് ഇടാ. നല്ല ഷൈനിങ് അല്ലേ വേൾഡ് കപ്പിന്? 24 മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാനോ ഭാഗ്യവതിയായി തീരും. 2 രൂപ മുടക്കി ഒരു ടിക്കറ്റ് കരസ്ഥമാക്കൂ. ഭാഗ്യദേവന നിങ്ങളെ മാടി മാടി വണ്ടി നോക്കി. ഒരു ചായ വാങ്ങിച്ചു തരണം മിസ്റ്റർ. രാവിലെ തൊട്ട് ഭാഗ്യദേവന വിളിക്കല്ലേ. എത്ര കടകൾ കഴിഞ്ഞു? ഞാൻ എത്ര പ്രാവശ്യം നിങ്ങൾ പറഞ്ഞു വണ്ടി വിടറെങ്കിൽ. എടോ തനിക്കൊരു ചായ വാങ്ങിച്ചു. എടോ രാവിലെ പോലെ ഇതിനകത്ത് അനൗൺസ് ചെയ്യല്ലേ ഭാഗ്യദേവനെ. എത്ര കട കഴിഞ്ഞോ? എന്താ 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 പ്രശ്നം എന്ന് പറ. അല്ല ശരി, രാവിലെ പോലെ ഇതിനകത്ത് ലോട്ടറി ടിക്കറ്റ് അനൗൺസ് ചെയ്യാം. ഒരു ചായ വാങ്ങിച്ചാൽ പറഞ്ഞിട്ട് വാങ്ങിച്ചിരുന്നില്ലേ? ചായ വാങ്ങിച്ചു കൊടുക്കാശാനെ. ഇക്കളക്കിണത്തിന് ശബ്ദം മാത്രമല്ല തടിയും പോവും. ചുമ്മാ ദോശാൻ ഈ കളവന്റെ പേര്. എന്താ ഇത്? അല്ല പിന്നെ 5 മണി വരെ 10 മണി വരെ ഇയാളുടെ വണ്ടിക്ക് വണ്ടി പോയി. ഹലോ ഹലോ, എന്ത് പറ്റി? കാറ് പോയി. പോട്ടെ. പോട്ടെന്ന് പറഞ്ഞ കാശ് തന്നില്ലെന്നേ. ഈ ഇപ്പൊ എന്താ വേണ്ടേ? ചായ കുടിക്കണം. ചായ കുടിക്കണം. നിന്റെ കാശില്ലേ? കാശാ? എന്റെ കാശ് കാശില്ലേ? കാരണം പെമ്പിളാണ് സൽക്കരിക്കാൻ 10 രൂപ ചായ കുടിച്ചപ്പോ ഉണ്ടല്ലേ, അതിനൊക്കെ ഉള്ള കാശുണ്ട്. വാങ്ങുണ്ട്. അവൻ പോട്ടാശാനെ. ഇവിടെ ഇങ്ങനെ ഒരു റോഡും ഇല്ല, ഈ പേരിലൊരു സ്ഥാപനവും ഇല്ല. എന്തായാലും എന്റെ സമയദോഷം എന്ന് പറഞ്ഞാൽ മതി. തിരിച്ചു വീട്ടിലോട്ട് എല്ലാം പറ്റത്തില്ല. 100 രൂപ വഴിച്ചെലവെന്ന് പറഞ്ഞ ആ ദ്രോഹി എന്റെ വാങ്ങിച്ചത്. അവിടെ ചെന്നാൽ മതി, അവൻ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു. ഇതുപോലെ ഒരു പണിയില്ല നടക്കുന്ന ഒരുപാട് ഫ്രാഡുകളുണ്ട് ഇവിടെ, അല്ലേ? പിന്നെ നമുക്കെന്താ പണി? നമുക്കേ ഞങ്ങളെ ഈ എക്സ്പോ അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ജോലിയൊന്നുമില്ലേ? ജോലി ഇല്ലാത്തവർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഞങ്ങളുടെ ജോലി. ഇനിയിപ്പോ എന്താ പരിപാടി? എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം. വീട്ടിലെ കാര്യം ആലോചിക്കുമ്പോഴാ പേടി. എന്റെ മൂത്തതാ പെങ്ങള്. കല്യാണം കഴിപ്പിച്ചയക്കണം. ഒരു അനിയനുള്ളത് ഊമയാ. സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അച്ഛനും അച്ഛന്റെ കുറെ ആദർശങ്ങളുമാ. എന്ത് ചെയ്യണമെന്നൊരു പിടിയും കിട്ടുന്നില്ല.
ഞങ്ങളോട് കൂടുന്നു. അതെ, പെങ്ങളെ കെട്ടിച്ചു വിടാം, അനിയനെ സംസാരിപ്പിക്കാം, അച്ഛന്റെ ആദർശങ്ങൾ വലിച്ച് തോട്ടിൽ എറിയാം. ഞങ്ങളുടെ തൊഴിൽ സുന്ദരവും സത്യസന്ധവുമായ മോഷണം എന്ന് വെച്ചാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത മോഷണം എന്നർത്ഥം. ഈ കാറിന് വീൽ കപ്പിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോന്ന് തീർത്ത് ചോദിച്ചാൽ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ഊരും. അങ്ങനെ കാറിന് ഓടാൻ ആവശ്യമില്ലാത്ത പലതും ഞങ്ങൾ ഊരും വിൽക്കും. അങ്ങനെ കഴിഞ്ഞു കൂടുന്നു. അതൊക്കെ തെറ്റല്ലേ? പിന്നെ പിന്നെ ശരിയായിട്ട് ചെയ്യാനൊന്നുമില്ലെങ്കിൽ തെറ്റ് ചെയ്തല്ലേ പറ്റൂ. എനിക്കതിനോടൊന്നും യോജിക്കാൻ പറ്റുന്നില്ല. യോജിക്കണ്ട, ഇവിടെ നിന്നു. ഒരു ജോലി കിട്ടുന്നവരെ ഇവിടെ തന്നെ കുടിക്കൂ. നമ്മളിൽ ആർക്കെങ്കിലും ഒരു പണി കിട്ടിയാൽ അന്ന് ഞങ്ങൾ ഈ പണി നിർത്തിയേക്കാം. ആ, എങ്ങോട്ട് പോകുന്നു? ഞങ്ങളെ ഒന്ന് കറങ്ങിച്ചു വരാം. ഞാൻ ഒറ്റയ്ക്ക് പോരെ, കൂടെ പോരെ. അല്ല, മറ്റൊന്നും വിചാരിക്കരുത്. നേരത്തെ പറഞ്ഞ പോലെ ഈ കാറിന്റെ സാധനങ്ങളൊക്കെ എടുക്കാനാണെങ്കിൽ താൻ എടുക്കണ്ടെന്നേ. താൻ മാറി നിന്നു. ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പോലെ. എന്താ അപ്പാ വാസനെ പണ്ടറക്കാരൻ പോകുന്നില്ലല്ലോ. അപ്പൊ അനുസരണയുണ്ട്. KLK 8301. ഇത് നമ്മുടെ ചാക്കോച്ചന്റെ വണ്ടിയല്ലേ? ചാക്കോച്ചനെ. ഏത് ചാക്കോച്ചൻ? ഓ, ഇവൻ. ഓ, നമ്മുടെ ചാക്കോച്ചൻ. അത് പിന്നെ കണ്ടറിയാൻ പാടില്ലേ? അത് തന്നെ. തുടങ്ങാം. പിന്നല്ലാതെ വെറുതെ എന്തിനാ സമയം കളയുന്നത്? എവിടെ പോന്നു? അല്ല, വേണ്ടപ്പെട്ട ഒരാളുടെ വണ്ടിയാ. ആ. കണ്ട സ്ഥിതിക്ക് നോക്കാതെ പോകുന്നത് മോശമല്ലെന്ന് വിചാരിച്ചു. വേണ്ട, എനിക്കറിയാം എന്തിനാണ്. അറിയാമെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഞാനില്ല. അതെ, നീ തൊട്ടശുദ്ധമാകണ്ട, വെറുതെ നിന്ന് തന്നാ മതി. ഒരു മറയായി. അതെ, വാടാ. ചാക്കോച്ചന്റെ വണ്ടിയുടെ കളർ മാറ്റിയോ? ശരിയാണല്ലേ? എന്താ എന്റെ പേര്? ഉണ്ണി. ആ, ചാർലി. നിന്റെ? ഗോപു. ആ, ഇരിക്കേ. പറഞ്ഞില്ലേ ഇരിക്കാൻ? ഇരിക്കണം. എത്ര കാലമായി ഈ ഏർപ്പാട് തുടങ്ങിയിട്ട്? ചോദിച്ചു കേട്ടില്ലേ? എത്ര കാലമായി ഈ ഏർപ്പാട് തുടങ്ങിയിട്ടെന്ന്? വേറെ പ്രത്യേകിച്ച് തൊഴിലൊന്നും ഇല്ലാത്തോണ്ട്. ഇല്ലാത്തോണ്ട് മോഷണം തൊഴിലാക്കാന്ന് വിചാരിച്ചില്ലേ? ഡേയ്, ആ കുടിക്കാൻ എന്താ വേണ്ടത്? വേണോ വേണ്ടെന്ന് വാദമെന്ന് പറയേ. വേണ്ട. എന്താ സാർ? ആ, നീ എന്റെ ബ്രീഫ് കേസ് എടുത്ത് ജീപ്പിൽ കൊണ്ടുവയ്ക്ക്. ആരെങ്കിലും ടെലിഫോൺ ചെയ്താൽ ഞാൻ ടൂറിലാണെന്ന് പറഞ്ഞു. ആ, എഴുന്നേൽക്കണം. ക്ഷീണിക്കില്ല. ആ, നടക്ക്. സാർ, ഞങ്ങളെ പോലീസ് ഏൽപ്പിക്കരുത്.
എവിടെ ഏൽപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. മിണ്ടാതെ പറയുന്ന അനുസരിച്ചാൽ മതി. നടക്ക.